നമ്മൾ നേരിട്ട് പോയി കടകളിൽ പോയി വാങ്ങി കഴിച്ചവരുണ്ടാകും. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ കണ്ടുനോക്കുക, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ. എന്നിട്ട് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വീട്ടില്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് തൊട്ട് കഴിക്കാനുള്ള ചട്നിയും ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 2 റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ഇതിനുള്ള 2-3 ഡിസൈൻസ് ഉണ്ടല്ലോ, ഒരേ മോഡൽ അല്ലാതെ 2-3 ഡിസൈൻസിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം മൊമോസിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മൈദ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ഗോതമ്പൊടി അല്ലെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ശരിക്കുള്ളതിന് നമ്മൾ മൈദ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നോർമലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി വേണം വെള്ളം നമ്മൾ മിക്സ് ചെയ്യാൻ. ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മിനിമം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചിക്കൻ മൊമോസിന് വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. നമ്മൾ ഓൾറെഡി നോർമലായിട്ട് നമ്മൾ വാങ്ങുന്ന ചിക്കനിന് നമുക്ക് 10 പീസ് മാറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ അതുപോലെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ ചിക്കൻ പീസ് എല്ലാം ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് മിക്സിയിൽ അടിച്ച് ഞാൻ കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച ചിക്കൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പം ചിക്കൻ ഫില്ലിങ്സിന് വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ റെഡിയാക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ ഇതുപോലെ അടിച്ചെല്ലാം വെച്ചിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്താണ്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വരെ നമുക്കിട്ട് കൊടുക്കാം. പിന്നെ സവാള കൊത്തി അരിഞ്ഞത് ചെറുതായിട്ട്, മാക്സിമം എത്ര നമുക്ക് അരിയാൻ പറ്റും അതേപോലെ കൊത്തി അരിഞ്ഞ സവാളയാണ്. ഇതൊരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക്, നമ്മൾ എരിവിനായിട്ട് നമ്മൾ കുരുമുളക് പൊടി മാത്രമാണ് ഇടുന്നത്. ഓവർ എരിവ് പാടില്ല കേട്ടോ. ഇതിന് ഒരു ലൈറ്റ് എരിവ് മതി. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് സോയാ സോസാണ്. അത് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് നമുക്ക് 1.5 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ സ്വല്പം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ മതി കേട്ടോ, ഓവർ ആവണ്ട. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് എടുക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും മിക്സായി കിട്ടും. ഇപ്പം മൊമോസിന് വേണ്ടിയുള്ള ചിക്കൻ ഫില്ലിങ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പം ചിക്കൻ മൊമോസ് കഴിക്കുമ്പോൾ നമുക്കതിൽ ചട്നി വേണ്ടേ? ചട്നി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ചെറിയ ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4 ഉണക്കമുളക്. അത് നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് 4 5 ഇത്ര മതി, കറക്റ്റായിരിക്കും. ഇനി ഇതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് മതി കേട്ടോ. അതൊന്ന് വാടി ഉടഞ്ഞൊന്ന് കിട്ടണം. ജസ്റ്റ് ഒന്ന് ഈ പച്ച ഇതൊന്ന് മാറാൻ വേണ്ടി മാത്രമാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. കണ്ട് ഈ തോലൊക്കെ പതുക്കി ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ആറണം. ആറിയ ശേഷം അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇപ്പം നമ്മളിത് ആറിയിട്ടുണ്ട്, തക്കാളിയും ഉണക്കമുളകും.
ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച ശേഷം നമുക്കൊരു പാൻ ഒന്നും കൂടെ ചൂടാക്കാൻ വെക്കാം. ആ പാൻ തന്നെ ഒന്ന് കഴുകിയെടുക്കാം. ഇട്ടൊന്ന് ചൂടാവണം. ഇപ്പം ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ ഓയിൽ മതി. അതിലേക്ക് നമുക്ക് ഗാർലിക്ക്, ചോപ്ഡ് ഗാർലിക്കാണ്, ജസ്റ്റ് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ഒരു 2-3 അല്ലി മതി കേട്ടോ, അധികം വേണ്ട. 2-3 ചെറിയ സൈസ് വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ സ്വല്പം സവാളയും അതേപോലെ സ്പ്രിംഗ് ഓണിയനും, അതും കൊത്തി ചെറുതായിട്ട് അരിഞ്ഞതാണ്, നമുക്കിട്ട് കൊടുക്കാം. ഒന്ന് പതുക്കി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇഞ്ചി ഇടാറില്ല. ഇഞ്ചി വേണമെന്നുള്ളവർക്ക് ഇഞ്ചി ഇടാവുന്നതാണ്. അതേപോലെ പതുക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ടൊമാറ്റോ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്, 1-2 ഇൻഗ്രീഡിയൻസ്. പിന്നെ ആദ്യം നമ്മൾ ഇടുന്നത് 1 ടീസ്പൂൺ സോയാ സോസാണ്. 1 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്, അതും 1 ടീസ്പൂൺ. പിന്നെ വിനീഗർ, അത് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ചട്നി റെഡിയാവും. നന്നായിട്ട് തിളച്ച ശേഷം ഓഫ് ചെയ്യാം കേട്ടോ. ശരിക്കും തിളച്ചാൽ മതി. ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ഒരു സംഭവം ഇടാൻ മറന്നുപോയി, ഉപ്പും കൂടി ഇട്ടേക്കാം. ഇപ്പോൾ ഉപ്പെല്ലാം ഇട്ട് നമ്മൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയാവും. എളുപ്പത്തിന് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഓരോ പീസായിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ പൂരിക്കൊക്കെ പരത്തൂലേ, അതേപോലെ പൂരിക്ക് പരത്തുന്ന പോലെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഒന്ന് പതുക്കെ പരത്തിയെടുക്കാം. കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാവുന്നതാണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫില്ലിംഗ് സെൻറ്ററിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോവാം. കണ്ടോ, ഇതേപോലെ കണ്ടോ, ഇങ്ങനെ മടങ്ങി വരും. ഇതേപോലെ നമുക്ക് ഫുൾ മടക്കിയെടുക്കാം. ഉണ്ട് ഇതേപോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ
ജസ്റ്റ് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കണ്ടോ. ഇതേപോലെ ബാക്കിയുള്ളത് ഇതുപോലെ 3 ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ചിക്കൻ മൊമോസിന് വേണ്ടിയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി സ്റ്റീം ചെയ്ത് ഇപ്പോൾ ആവി കയറ്റാൻ വേണ്ടി നമ്മുടെ ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ തട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യമേ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. എല്ലായിടത്തേക്കും ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വേവിച്ച് വന്നപ്പോഴത്തേക്ക് ഇത് ഒട്ടിപ്പോവും. അങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഓരോന്നെടുത്ത് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മൾ 2-3 ട്രിപ്പായിട്ടാണ് വേവിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് വേവിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമുക്കൊരു 15 മിനിറ്റ്സ് കൂടി വന്ന് നമുക്കിത് മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അത് ആവിയേറ്റ് എടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്ത് കണ്ടോ എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസായിട്ട് എടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ മൊമോസ് റെഡി ആയിട്ടുണ്ട്. കൂടെ അതിന് തൊട്ട് കഴിക്കാനുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കൊടുത്ത് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അവരോട് തന്നെ ചോദിച്ച് അഭിപ്രായം അറിയാം. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാ ചിക്കൻ മൊമോസ്? സൂപ്പർ. അടിപൊളി.